ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഫൈനൽ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നാഗർകോവിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ കാണുന്ന നമ്മൾ ഇവിടുത്തെ ഫുൾ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലായിട്ട് ചെയ്യേണ്ടത് ഈ വീട്ടിലേക്കുള്ള വർക്കാണ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ വെർട്ടിക്കലായിട്ട് കാണുന്ന ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ടും ഉടൻ ഈ വർക്ക് ചെയ്ത സെയിം മെറ്റീരിയൽ വെച്ചുകൊണ്ട് തന്നെ ACP നമ്മൾ റൂട്ട് അടിച്ചിട്ടാണ് ഇതിൻ്റെ ബീമൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് ഈ വർക്കിൻ്റെ. ഇപ്പം ഇതേമാതിരി തന്നെയാണ് നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബ്ലാക്കിൽ കാണുന്ന ആ വെർട്ടിക്കലായിട്ട് കാണുന്ന എല്ലാ പീസസും, വെർട്ടിക്കലായിട്ട് കാണുന്ന ഈ കംപ്ലീറ്റ് ബ്ലാക്കായിട്ട് കാണുന്ന കംപ്ലീറ്റ് ഉഡൻ ടെക്സ്ചറിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ആ ACP വർക്കും പിന്നെ ഗ്ലാസിൻ്റെ കുറച്ച് വർക്ക്, പിന്നെ നമ്മൾ ഈ പറഞ്ഞ ടെറാക്കോട്ടയിൽ കുറച്ച് വർക്കുണ്ട്, അതുകൂടെ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു 3 വർഷം മുമ്പ് ചെയ്ത വർക്കാണ്. ഇന്നും ആ കളറൊന്നും ഫെയ്ഡ് ആവാണ്ട് കറക്റ്റ് അങ്ങനെ തന്നെ ആ ഉഡൻ ടെക്സ്ചർ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അൽഹംദുലില്ലാ. ഇത് നമ്മൾ ടെറാക്കോട്ട കളറിലുള്ള ഓടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇട്ടതുപോലെ തന്നെ ഒരു ഇതുപോലും കളർ പോലും ചേഞ്ച് ആവാതെ അതും കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 6 മാസം കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വരുന്ന ഏരിയയിലാണ് നമ്മൾ ടെറാക്കോട്ട സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞാൻ സെറ്റ് ചെയ്യുന്ന പോലെ. ഓക്കെ, ഇവിടെ നമുക്കൊരു ഏരിയ ഉണ്ട്, പിന്നെ ഉള്ളിൽ നമുക്കൊരു ഏരിയ ഉണ്ട്. നമുക്ക് ഇതാണ് ഏരിയ. ഈ സീലിങ്ങിൽ നമുക്ക് ഇതേപോലെ തന്നെ സീലിങ്ങിൽ ചെയ്തിട്ട് ടോപ്പിൽ ഗ്ലാസ്സാണ് വെക്കേണ്ടത്. പിന്നെ നമുക്കിനി ഇവിടെ ബാലൻസ് ഉള്ള വർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മഴ പെയ്യുമ്പോൾ വെള്ളം ഇവിടെ കെട്ടി നിൽക്കാൻ കണക്കിനുള്ള സെറ്റിങ്സ് ചെയ്തിരുന്നു. നമുക്ക് വെള്ളം വീട്ടിന് ഉള്ളിലോട്ട് പോകുന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അതൊക്കെ പക്ക പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം കറക്റ്റ് ഈ നടുമുറ്റത്ത് തന്നെ വന്ന് നമ്മൾ സാധാരണ വർക്ക് ചെയ്യുമ്പോൾ താഴെയാണ് 4 കെട്ട് കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ 4 കെട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട്. ഇതേപോലെ തന്നെ ടോപ്പിലാണ് നമ്മളിത് സെറ്റാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയും അതേ ടെറാക്കോട്ടൊരു ഗ്രില്ല് സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ നമ്മൾ ഉള്ളിലോട്ട് വെച്ചിട്ടുള്ളത് സീലിംഗ് ബോർഡ് കണ്ടല്ലോ. നമുക്കിനി ഒത്തിരി വർക്ക് ബാക്കിയുണ്ട്. ഈ സ്റ്റെപ്പിൽ ചെയ്യേണ്ട വർക്കുകളാണ് ഞാനീ പറയുന്നത്. നമുക്ക് ചെട്ടിനാട് സ്റ്റൈല് ടൈലാണ് ഇവിടെയൊക്കെ അവർ വിരിച്ചിരിക്കുന്നത്. ഞാൻ ഒരു പീസ് സാമ്പിൾ അടിച്ച് വുഡിൻ്റെ പീസ് ഇവിടെ വെച്ചിട്ട് പോയതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ മൊത്തത്തിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഈ ഗ്യാപ്പ് ഒന്നും വരത്തില്ല. ഇത് ജസ്റ്റ് വെച്ച് വയ്ക്കുക. നമ്മൾ ചേർത്ത് വയ്ക്കുമ്പോൾ കറക്റ്റ് വെറുതെ വെച്ച് അവരെ സാമ്പിൾ കാണിക്കാനായിട്ട് ഇത് 2 ജോയിൻറ്റും കറക്റ്റ് കോർണിഷ് അടിച്ച് സെറ്റാക്കി ജോയിൻ്റ് അറിയാത്ത രീതിയിൽ ചെയ്തെടുക്കും. ഞാൻ പറഞ്ഞത് ഇതാണ്. ഈ കാണുന്ന ഗ്രിൽസ് കംപ്ലീറ്റ് നമ്മൾ വുഡിൽ ചെയ്തെടുക്കാൻ പോവാണ്. ഇനി വർക്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ കംപ്ലീറ്റ് വുഡായിരിക്കും. അത് വേറൊരു ഫീല് നമുക്ക് കൊണ്ടുവരും ഇൻഷാ അല്ലാ. ഈ കാണുന്ന ഓപ്പൺ ഏരിയയിൽ ഗ്ലാസ്സാണ് സെറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാ. ഇനിയിപ്പോൾ അടുത്ത് പടപടയെന്ന് ഈ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് അടുത്ത സൈറ്റിലോട്ട് പോകാനുണ്ട്. അപ്പോൾ നമുക്കിനി വർക്കിലോട്ട് ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഇനി അത് കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു എവരിവൺ.